അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് എൻടോർക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. എൻടോർക്ക് 125 റേസ് എഡിഷൻ എന്നുള്ളൊരു മോഡലാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. ഇത് സാധാ സ്കൂട്ടറിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സ്കൂട്ടറാണെന്ന് എല്ലാവർക്കും അറിയാം. കുറച്ച് ടോർക്കി ആയിട്ടുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിനെക്കുറിച്ചാണ്. ഇതിൻ്റെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ബേസ് ആയിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, കൂടെ കണ്ട ബെൽ ബട്ടൺ ഒന്ന് അടിച്ച് പൊട്ടിക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ വണ്ടിയിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ വണ്ടിക്കകത്ത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ ഫോണായിട്ട് പെയറിങ് ഓപ്ഷനൊക്കെ ഈ വണ്ടിക്ക് ഇൻബിൽഡായിട്ട് കമ്പനി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഒരു റൈഡർ ഫോണ് എങ്ങനെ ഈ വണ്ടിക്കകത്ത് നമുക്ക് കണക്ട് ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫോൺ എടുത്തിട്ട് നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം ടി വി എസിൻ്റെ ഒരു ആപ്പ് ഉണ്ട്, ടി വി എസിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ടി വി എസ് എന്നടിക്കുക. ടി വി എസ് എന്നടിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ടി വി എസ് കണക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മുകളിലുള്ള ആപ്പ് ഉണ്ട്, ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുവാണ്. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലോട്ടാണ് വരുന്നത്. ശേഷം അതിൻ്റെ പെർമിഷൻസൊക്കെ അലോ ചെയ്യുക. അപ്പോൾ നമ്മൾ ലൊക്കേഷന് കാര്യങ്ങളൊക്കെ GPS എനേബിൾ ചെയ്യാൻ പറയും, അതൊക്കെ ഓക്കെ അടിക്കാം. സൈഡിലോട്ട് സ്വൈപ്പ് ചെയ്യാം. നമ്മൾ ലോഗിൻ ആണ് ആദ്യമൊക്കെ നമ്മൾ ഒരു ഫസ്റ്റ് ഓപ്പറേറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമൊക്കെ സൈനപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ സൈനപ്പാണ് ഇവിടെ ചെയ്യണത്. അപ്പോൾ നമുക്ക് ഫേസ്ബുക്കായിട്ടോ അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ടായിട്ടോ നമുക്ക് ലിങ്ക് ചെയ്യിപ്പിക്കാവുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ ഗൂഗിൾ അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് നമ്മളെ മൊബൈൽ നമ്പർ കാര്യങ്ങളൊക്കെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സിറ്റി, നമ്മളെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കൊടുത്ത നമ്പറിലോട്ട് ഒരു OTP വരുന്നതാണ്. ആ OTP ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ വരും. ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ് ചെയ്യുന്നത്. ശേഷം നമ്മുടെ വണ്ടിയുടെ ചേസ് നമ്പർ ഒക്കെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെരിഫൈ ചെയ്യുക. അപ്പോൾ നമ്മളത് ചേസ് നമ്പർ അടിച്ച് കൊടുത്തതിന് ശേഷം അലോ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഓപ്ഷനാണ് വരുന്നത്. എൻജിൻ നമ്പർ കാര്യങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി വന്ന് കിടക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ അത് ചെയ്യുന്നുള്ള ഓപ്ഷണലാണ്. ശേഷം ബൈക്ക് ഒരു ന്യൂ നിക്ക് നെയിം കൊടുക്കാൻ പറയുന്നുണ്ട്. നമ്മളെ വണ്ടിക്ക് വേണമെങ്കിൽ ഒരു നിക്ക് നെയിം വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു നിക്ക് നെയിം സെറ്റ് ചെയ്യാണ്. ഞാനിപ്പോൾ ഒരു നിക്ക് നെയിം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു, സംഭവങ്ങളൊക്കെ റെഡി എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ ആക്സസ് ചെയ്യാം, അലോ ചെയ്യാം. നമുക്ക് എമർജൻസി കോളുകളോ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് ലിങ്ക് ചെയ്ത് കൊടുക്കണം, കോൺടാക്റ്റ് ആയിട്ട്. അപ്പോൾ എല്ലാ പെർമിഷൻസും അലോ ചെയ്യാം. ആഡ് യുവർ എമർജൻസി കോൺടാക്റ്റ്. നമുക്ക് വേണമെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് എമർജൻസി കോൺടാക്റ്റ് വേണമെങ്കിൽ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു എമർജൻസി കോൺടാക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എമർജൻസി കോൺടാക്റ്റ് 1, കോൺടാക്റ്റ് 2, കോൺടാക്റ്റ് 3 എന്ന് പറഞ്ഞിട്ട് 3 പേരുടെ ഓപ്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ പേരൻസിൻ്റെയോ ഫ്രണ്ട്സിൻ്റെയോ കോൺടാക്റ്റ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേതെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഇങ്ങനൊരു ഇൻ്റർഫേസിലോട്ടാണ് നമുക്കിത് എത്തിച്ചേരാൻ പറ്റുന്നത്. കണ്ടോ, എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് കാര്യങ്ങളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ താഴത്തോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കണക്റ്റ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രൊഫൈലൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഫോട്ടോ കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിപ്പോൾ ഇത് വണ്ടിയുമായിട്ട് കണക്ട് ചെയ്യാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് വണ്ടി ആദ്യം കീ ഓൺ ചെയ്യുക. അതിന് ശേഷം ഇവിടെ മോഡ് ബട്ടൺ ഉണ്ട്. മോഡ് ബട്ടൺ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ടാവും. അതൊരു 3 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുക.
ഓക്കെ, ഇപ്പോൾ നമുക്ക് കാണാവുന്നതാണ് ബ്ലൂടൂത്ത് പെയറിംഗ് മോഡ് ഓൺ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇനി നേരെ സെലക്ട് വെഹിക്കിൾ കണക്ട് ചെയ്യാൻ നിൽക്കേണ്ട ഒരു സംഭവം ഇവിടെ ഫോണിൽ കിടക്കുന്നത് കാണാം. അപ്പോൾ അത് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്യുമ്പോൾ ബ്ലൂടൂത്ത് പെയർ എനേബിൾ ചെയ്യുക, എസ് അടിക്കുക. ബ്ലൂടൂത്തിൻ്റെ പെർമിഷൻസ് ഒക്കെ ഓക്കെ അടിക്കുക. ഇപ്പോൾ നമുക്കിവിടെ ഒരു ഓപ്ഷൻ കാണാം ബ്ലൂടൂത്ത് നോട്ട് കണക്റ്റഡ്, അത് കണക്ട് ചെയ്യുക. ടി വി എസിൻ്റെ ഈ ഒരു പെയറിംഗ് നമ്പറാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അത് കണക്റ്റ് ആയിട്ടുണ്ട്. കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലോട്ടാണ് വരുന്നത്. കാരണം നമ്മൾ സ്പീഡോമീറ്ററും ഡിസ്റ്റൻറ്റും സ്പീഡും കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഹായ് സച്ചിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻസ് കാണാം. ബ്ലൂടൂത്ത് കണക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. പിന്നെ ഇത് നമ്മൾ റൈഡിങ് ഡ്യൂറേഷൻ, വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ നമ്മളെ വണ്ടീൻ്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പം ഞാനിനി ഇതിൻ്റെ ഓഡോമീറ്റർ, അതായത് കിലോമീറ്റർ പെർ അവർ, ഇതിൻ്റെ സ്പീഡോമീറ്റർ ഇവിടെ വർക്ക് ചെയ്യാൻ നമുക്ക് കാണിക്കാം. അപ്പോൾ ഞാൻ വണ്ടി ഒന്ന് ഓണാക്കാണ്. വണ്ടി ഓണാക്കി. അപ്പോൾ ഇവിടെ ഇങ്ങനെ കണ്ടോ സ്പീഡോമീറ്റർ നമ്മുടെ ഇവിടെ ഫോണിലും മീറ്ററിലും മാറും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഫസ്റ്റ് ഓപ്ഷനാണ്. ഇവിടെ ഒരു ബൈക്ക് ഇടിക്കുന്ന പോലത്തെ ഒരു സംഭവം, ഒരു ലോഗോ കാണും. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ സർവീസ് സെൻ്ററിലേക്കുള്ള ഓട്ടോ കോളിംഗ് ആണ്. അതായത് എമർജൻസി സിറ്റുവേഷൻ നമുക്ക് ബൈക്ക് എന്തെങ്കിലും റിപ്പയറിങ്ങോ ബ്രേക്ക് ഡൗണോ അങ്ങനെ ആയാലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സർവീസ് സെൻ്ററിലോട്ട് കോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് അവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ വരുന്നൊരു ഓപ്ഷൻ ഒരു ടൂൾസിൻ്റെ സെറ്റിങ്സിൻ്റെ ചിഹ്നം കാണാം. അത് ഓപ്പൺ ചെയ്താൽ വരുന്നത് ഇങ്ങനെയാണ്. ഫസ്റ്റ് ഓപ്ഷൻ ഡു നോട്ട് ഡിസ്റ്റർബ് എന്നുള്ള സംഭവമാണ്. നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരെയും കോളോ കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഡു നോട്ട് ഡിസ്റ്റർബ് നമുക്ക് ഓൺ ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ ഓട്ടോ റിപ്ലൈ, കോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മെസ്സേജ് ഓട്ടോമാറ്റിക് പോകുന്നത്, അത് റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് റിപ്ലൈ അങ്ങനെ ചെയ്യാവുന്നതാണ്. പിന്നെ ഓവർ സ്പീഡ് അലേർട്ട് ഉണ്ട്, ഓവർ സ്പീഡ് അലേർട്ട് നമുക്ക് ചെയ്യാം. പിന്നെ സ്പീഡോമീറ്റർ ബ്രൈറ്റ്നെസ്, നമുക്ക് വേണമെങ്കിൽ നമ്മളെ മീറ്റർ കൺസോളിൻ്റെ ബ്രൈറ്റ്നെസ് കാര്യങ്ങളെല്ലാം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ബൈക്കിന് പേര് കാര്യങ്ങളൊക്കെ കൊടുക്കാം. പിന്നെ അത്തരം സംഭവങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. പിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാവിഗേഷൻ. എല്ലാവർക്കും അറിയേണ്ടതും ഇത് തന്നെയാണ്. അപ്പോൾ നാവിഗേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഓപ്പൺ ആക്കിയാൽ ഇപ്പോൾ കണ്ടോ നമ്മൾ മീറ്ററിൽ നാവിഗേഷൻ അസിസ്റ്റൻറ്റ് ഓൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതി കാണിച്ചു. ഇനി നമ്മൾ സാധാ മാപ്പൊക്കെ യൂസ് ചെയ്യണ പോലെ തന്നെ നമുക്ക് എവിടേക്കാണ് നാവിഗേറ്റ് ചെയ്യേണ്ടത്, വേർ യു ടു ഗോ എന്നുള്ള സംഭവത്തിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ മലപ്പുറം നടിക്കുകയാണ്. മലപ്പുറം, ഓക്കെ, മലപ്പുറം സെറ്റ് ചെയ്തു. ഈ ഒരു ലൊക്കേഷനിലുള്ളിടത്ത് ഞാൻ കറണ്ട് ലൊക്കേഷൻ കൊടുക്കുകയാണ്. കറണ്ട് ലൊക്കേഷൻ കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ റെഡ് കളറിൽ ഗോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാവുന്നതാണ്. അപ്പോൾ ഗോ എന്ന് അമർത്തിയാൽ ഓട്ടോമാറ്റിക് മാപ്പ് ഓൺ ആവുന്നതാണ്, നാവിഗേറ്റ് ചെയ്യുന്നതാണ്. കണ്ടോ ഈ ഷാർപ്പ് റൈറ്റ് എന്നുള്ള പറയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് എഴുതി കാണിക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പോകുന്നതിൻ്റെ റൂട്ടിനനുസരിച്ച് ഇവിടെ റൈറ്റ് ലെഫ്റ്റ് എന്നിങ്ങനെ എഴുതി കാണിക്കും, ഒരു ആരോ സിമ്പിളിൽ വെച്ചിട്ട്. അത്തരം ഒരു സംവിധാനമാണ് ഇതിനകത്തുള്ളത്. അല്ലാതെ ഇതിനകത്ത് ഇൻബിൽഡ് GPS കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഫോൺ നാവിഗേഷൻ നമുക്ക് ഇവിടെ ഒരു സെക്കൻഡറി മീറ്റർ ആയിട്ട് കാണിക്കുകയാണ്. അപ്പോൾ അത് എങ്ങനെ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് കാണാവുന്ന, ഞാനിപ്പോൾ റോഡിലോട്ട് ടച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ടേൺ ലെഫ്റ്റ് എന്ന് എഴുതി കാണിക്കണതാണ് മീറ്ററിൽ. കണ്ടോ നമുക്കിപ്പോൾ ഒരു ഷാർപ്പ് റൈറ്റ് എടുക്കാനാണ് പറയുന്നത്. കുറച്ച് ഒരു 3 മീറ്റർ കഴിഞ്ഞതിന് ശേഷം ഇപ്പം മീറ്ററിൽ നമുക്ക് കാണാവുന്നതാണ് ഷാർപ്പ് റൈറ്റ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇപ്പോൾ ഷാർപ്പ് റൈറ്റ് എടുത്തു. ഇനി വീണ്ടും ഒരു ഷാർപ്പ് റൈറ്റാണ്. പിന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വയൽ റൈഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണെങ്കിൽ തന്നെ നമുക്ക് കോൾ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് മീറ്റർ കൺസോളിൽ അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഫോണിലോട്ട് ആരെങ്കിലും കോളോ മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ തന്നെ നമുക്ക് ഫോൺ എടുക്കാണ്ട് തന്നെ നമുക്ക് മീറ്ററിൽ നമുക്ക് ആരാന്നൊക്കെ ചെയ്യാൻ പറ്റും. ആദ്യം നമ്മൾ അതെങ്ങനെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഫോണിലോട്ടൊരു കോൾ ചെയ്യാണ്.
നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ ഫോണിലോട്ടൊരു കോൾ വന്നിട്ടുണ്ട്. അതേ സംഭവം തന്നെ ഇവിടെ നമുക്ക് കാണാനും കഴിയും. ആ കോണ്ടാക്ട് നമ്പർ സേവ് ചെയ്ത സംഭവം കോൾ ഫ്രം അമ്മ എന്ന് പറഞ്ഞിട്ട് നമ്മളെ മീറ്റർ കൺസോളിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, SMS ഫ്രം അമ്മ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഇവിടെയും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഫ്യൂൽ എംറ്റി എന്നുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ നമുക്ക് ഇൻഡിക്കേഷൻ ചെയ്യണം, നമ്മൾ റൈഡ് ചെയ്ത ഡ്യൂറേഷൻ, ഡിസ്റ്റൻസ്, ആവറേജ് സ്പീഡ്, അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് മെൻഷൻ ചെയ്ത് കാണിക്കുന്നതാണ്. പിന്നെ ഉള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മാപ്പിൽ തന്നെ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് നമുക്ക് കാണാവുന്നതാണ്. നമുക്ക് സെറ്റിങ്സ് എടുത്താൽ നമ്മളെ മറ്റേ ഡയറക്റ്റ് സെറ്റിങ്സിലോട്ടാണ് പോവുക. പിന്നെ ഓപ്ഷൻ വരുന്നത് പെട്രോൾ പമ്പിൻ്റെ ചിഹ്നമുള്ള ഒരു സംഭവമാണ്. നമ്മളെ അടുത്തുള്ള പെട്രോൾ പമ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ അടുത്തുള്ളത് 1.47 കിലോമീറ്ററിലായിട്ട് ഒരു ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പുണ്ട്. പിന്നെ താഴെ ഭാരത് പെട്രോളിയം, അങ്ങനെ ഉള്ള സംഭവങ്ങളാണ് ഇതിനകത്ത് കാണിക്കുന്നത്. പിന്നെ ഈ ടൂൾസ് നേരത്തെ കാണിച്ച പോലെ തന്നെ നമുക്ക് അടുത്തുള്ള സർവീസ് സെൻറ്ററുകൾ കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ കാണിക്കണേ. പിന്നെ വരുന്നത് ഹോസ്പിറ്റലൈസേഷൻ, അതായത് നമുക്ക് അടുത്തായിട്ടുള്ള ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണിത്. പിന്നെ ബാങ്ക്, ഫുഡ് കാര്യങ്ങൾക്കൊക്കെ ഉള്ള റെസ്റ്റോറൻറ്റ് കാര്യങ്ങളുടെ ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻബിൽഡ് ആയിട്ട് ഈ ആപ്പിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഫോണിലൂടെ അതേപോലെ തന്നെ ഈ കൺസോളിലൂടെ നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഗായ്സ്, എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു. എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം. ബൈ ബൈ.